ഇനി വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പി.കെ. ഖാസിം നൽകിയ ഹർജിയിൽ പോലീസിന് ഹൈക്കോടതിയുടെ നോട്ടീസ് വന്നിരിക്കുന്നു. പോലീസ് സ്വീകരിച്ച നടപടികൾ അറിയിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. 2 ആഴ്ചയ്ക്കകം അറിയിക്കാനാണ് കോഴിക്കോട് റൂറൽ എസ്.പിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഷബ്ന സിയാദ് ചേരുന്നു. ഷബ്ന പറയൂ, കോടതി നടപടികൾ എത്തരത്തിലായിരുന്നു? ലക്ഷ്മി, ഇപ്പോൾ കോടതിയിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത പീരുമേട് എം.എൽ.എ. വാഴൂർ സോമന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. തെരഞ്ഞെടുപ്പ് വിജയം ഹൈക്കോടതി റദ്ദാക്കണം എന്നൊരാവശ്യമുണ്ടായിരുന്നു. അത് എതിർ സ്ഥാനാർത്ഥിയായിരുന്നു അത്തരം ആവശ്യം ഉന്നയിച്ചിരുന്നത്. ആ ആവശ്യം ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. വസ്തുതകൾ മറച്ചുവെച്ചാണ് വാഴൂർ സോമൻ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം നൽകിയത് എന്നായിരുന്നു ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഹർജിയിൽ ആരോപിച്ചിരുന്നത്. എന്നാൽ കോടതി ആ ആരോപണം നിഷേധിച്ചു. ഏതായാലും പീരുമേട് എം.എൽ.എ. വാഴൂർ സോമന് ആശ്വാസമായ വിധിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. വാഴൂർ സോമനെ വിജയായി പ്രഖ്യാപിച്ച റിട്ടേണിംഗ് ഓഫീസറുടെ നടപടി നിയമവിരുദ്ധമാണ് എന്നായിരുന്നു ആരോപണം. അപൂർണമായ നാമനിർദ്ദേശ പത്രികയാണ് നൽകിയിരുന്നത്. അത് അംഗീകരിച്ച നടപടി ജനപ്രാതിനിധ്യ നിയമത്തിന് വിരുദ്ധമാണ് എന്ന് എതിർ സ്ഥാനാർത്ഥിയായ സിറിയക് തോമസ് ആരോപിച്ചിരുന്നു. സംസ്ഥാന വെയർഹൌസിംഗ് കോർപ്പറേഷന്റെ ചെയർമാനായിരിക്കെയാണ് വാഴൂർ സോമൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകിയത്. ഇത് ഇരട്ട പദവിയുടെ പരിധിയിൽ വരും എന്നതായിരുന്നു UDF സ്ഥാനാർത്ഥിയുടെ ഹർജിയിലെ ആരോപണം. അതുപോലെ വരുമാനം, അതുപോലെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പൂർണ്ണമാക്കി അല്ല ഈ സത്യവാങ്മൂലം സമർപ്പിച്ചത് എന്ന ആരോപണം ഉണ്ടായിരുന്നു. എന്നാൽ വാഴൂർ സോമൻ കോടതിയെ അറിയിച്ചത് സത്യവാങ്മൂലത്തിൽ പൂരിപ്പിക്കാൻ വിട്ടുപോയ ഭാഗങ്ങൾ റിട്ടേണിംഗ് ഓഫീസറുടെ അനുമതിയോടെ തിരുത്തി എന്നതായിരുന്നു. അത്തരത്തിൽ വാഴൂർ സോമന്റെ വാദം കോടതി ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പറഞ്ഞ് ജഡ്ജ് ഇന്ന് വിരമിക്കുകയാണ്. ജസ്റ്റിസ് മേരി ജോസഫാണ് ഈ കേസിൽ വിധി പറഞ്ഞത്. ഇന്ന് വിരമിക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു വിധി ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ശരി ഷബ്ന തുടരുക. മറ്റൊരു കോടതി നടപടിയുടെ വിശദാംശങ്ങൾ കൂടി ഷബ്നയിൽ നിന്നും വാങ്ങേണ്ടതുണ്ട്. അതായത് നമ്മുടെ ഈ വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസ്, അതിലും ഈ കോടതി വിധി വരുന്നുണ്ടല്ലോ. നമ്മുടെ ഈ വടകരയിലെ തിരഞ്ഞെടുപ്പിൽ തന്നെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വലിയ രീതിയിൽ വിവാദമുണ്ടാക്കിയ ഒന്നായിരുന്നു കാഫിർ പരാമർശവും അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന സ്ക്രീൻഷോട്ടുകളും ഒക്കെ. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ ഹൈക്കോടതി റൂറൽ എസ്.പിക്ക് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുമായി ബന്ധപ്പെട്ട കോടതി നടപടികളുടെ വിശദാംശങ്ങൾ കൂടി പറയൂ ഷബ്ന. വടകരയിലെ കാഫിർ വിവാദം വളരെ അധികം തെരഞ്ഞെടുപ്പ് വേളയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇപ്പോഴേതായാലും ഇത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ എത്തിയിരിക്കുന്നു. ഈ മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗ് നേതാവ് പി.കെ. ഖാസിമാണ് ഇത്തരം ഒരു ഹർജി നൽകിയത്. തന്റെ പേരിൽ വ്യാജ ID സൃഷ്ടിച്ച് പ്രചരിപ്പിച്ചു എന്നാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത്. വോട്ടെടുപ്പിന്റെ തലേ ദിവസമാണ് ഇത്തരത്തിൽ വാട്സപ്പ് സന്ദേശം പുറത്തു വന്നത്. ഷാഫി പറമ്പിലിനെ ദീനിയായ മുസ്ലിമായും കെ ശൈലജയെ കാഫിറായും ചിത്രീകരിച്ചു എന്നതായിരുന്നു ആരോപണം. അത്തരത്തിൽ സ്ക്രീൻഷോട്ടുകൾ പ്രചരിച്ചതിന്റെ ഉറവിടം എവിടെ നിന്നാണ് എന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ അതിൽ കൃത്യമായ ഒരു അന്വേഷണം വേണം എന്നാണ് പി.കെ. ഖാസിം നൽകിയ ഹർജിയിൽ പറയുന്നത്. ഈ ഹർജിയിൽ പോലീസിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. പോലീസ് സ്വീകരിച്ച നടപടികൾ അറിയിക്കണം എന്നാണ് നിർദ്ദേശം. 2 ആഴ്ചയ്ക്കകം അറിയിക്കാനാണ് കോഴിക്കോട് റൂറൽ എസ്.പിക്ക് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ശരി ഷബ്ന, അങ്ങനെ 2 കേസുകളിലാണ് ഹൈക്കോടതി ഇന്നിപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഒന്ന് വാഴൂർ സോമന്റെ തിരഞ്ഞെടുപ്പ് വിധി അത് വിജയം റദ്ദാക്കുക എന്നുള്ള ഹർജിയിൽ കോടതി നടപടി ഉണ്ടായിരിക്കുന്നു. വിജയം റദ്ദാക്കില്ല എന്നൊരു നടപടി വന്നിരിക്കുന്നു. ഒപ്പം തന്നെ വടകരയിലെ കാഫിർ പരാമർശം, അതിൽ പോലീസ് സ്വീകരിച്ച നടപടികൾ എന്തെന്നറിയിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. അപ്പം 2 വാർത്തയുടെയും വിശദാംശങ്ങൾ നൽകിയത് ഷബ്ന സിയദാണ് കൊച്ചിയിൽ നിന്ന്.